എന്ത് തന്നെ ആയിരുന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ഈ വിധി ഒരു ഒരു നിലയിലും കണ്ട് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അത് ഈ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങളും കഴിഞ്ഞ പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ് ഞാനും ഒന്ന് മന്ത്രിയായിരുന്നു ആ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ പിന്നീട് അധികാരത്തിൽ നിന്ന് തുടർഭരണം കിട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ നയങ്ങളും പരിപാടികളും ജനക്ഷേമ പരിപാടി ഇതെല്ലാം വെച്ച് നോക്കുമ്പം ജനവിധി ഒരിക്കലും സഹായകരമായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അത് തികച്ചും സഹായകരമായില്ല എന്നാണ്. അതെന്താണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കാനിടയായോ, എന്താണ് ഇങ്ങനെ വിധി വരാനുള്ള കാര്യമെന്നെല്ലാം പാർട്ടി വിശദമായി പരിശോധിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്ത് എൻ്റെ വായിൽ എനിക്ക് ബസവ് പറ്റിയത് തന്നെയാണ്. അത് പാർട്ടി നേതൃത്വം പറഞ്ഞതിനോട് യോജിപ്പാണ്. അവിടെ എന്നെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം. ഈ തുടർഭരണം തന്നതും ഇതേ ജനങ്ങൾ തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, സാക്ഷരതയുള്ളവരാണ്. അപ്പം ഈ അവരുടെ തീരുമാനം തന്നെ ആയിരിക്കുമല്ലോ, അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ മാറി ചെയ്തിട്ടുള്ളതും ഇടതുപക്ഷത്തിന് ഇതുപോലെ ഒരു തോൽവി വന്നിട്ടുള്ളത്. അപ്പോൾ അത് അംഗീകരിക്കല്ലേ വേണ്ടത്? അവർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ബുദ്ധിമുട്ട് അല്ല, വോട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്നുള്ള സ്വാഭാവികമായിട്ടും അവർക്ക് എന്തെങ്കിലും അത് അവർക്ക് അവരെ നയിച്ചതിലും വികാരം ഉണ്ടാകും, ഏതെങ്കിലും വിഷയം കാണും. പക്ഷെ അതിൻ്റെതൊക്കെ എന്തെങ്കിലും തെറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അതിൻ്റെ ഗവൺമെൻറ്റോ ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റോ ഇപ്പോഴത്തെ ഗവൺമെൻറ്റോ ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല അതിന് സഹായകരമായി. വേറൊരു കാര്യം പറയാം. ഇന്നത്തെ കേരളത്തെ ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ നാടായ ഗുജറാത്തിലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാടായ യു പിയിലോ ഒന്നും വരാത്ത പുരോഗതി ഈ കേരള സംസ്ഥാനത്തുണ്ടാകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൊണ്ടുണ്ട് എന്ന് തന്നെ അത് നിങ്ങൾ യോജിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിൽ ഇവിടെ അങ്ങ് വിട്ടാൽ ഇവിടെ സംസ്ഥാനത്തുമുണ്ടാകാത്ത സാമൂഹ്യ അന്തരീക്ഷം, സാമൂഹ്യ പുരോഗതി, ഭൂപരിഷ്കരണ നിയമം, പാർപ്പിട പദ്ധതി, തലചായ്ക്കാൻ ഇടമില്ലാത്തതിനെ ഇടത്തിൻ്റെ ഉടമകളാക്കി മലയോര കൃഷിക്കാർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു. അത്തരം നിലപാടുകളെല്ലാമാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്, ഒന്നാം EMSൻ്റെ ഗവൺമെൻറ് മുതലുള്ള എല്ലാ ഗവൺമെൻറ് സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ ആരെങ്കിലും തർക്കിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആ നയങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു.